ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള കോയാക്കാന്റെ മധുഹൂത്ത് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മഞ്ചേരി എലങ്കൂർ മഞ്ഞപ്പറ്റയിലാണ് കേട്ടോ. നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം വരുന്നത് ഇവിടെ. നമുക്ക് നമ്മള് കുറച്ചു കാലം ഗൾഫിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടിയോണ്ട് ഫാമിലി ആയിട്ട് വന്നതാ ഇപ്പൊ കഴിക്കാൻ. കോയാക്ക പിന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ ഈ ഒരു മധുഹൂത്ത് കഴിക്കാൻ വരുന്നുണ്ടല്ലോ, എന്താണ് ഇതിന്റെ രഹസ്യം? എന്താണ് ഇത്? യഥാർത്ഥ ഒരു അറേബ്യൻ ഫുഡാണ്. അറേബ്യൻ ഫുഡുകൾ കുറെ ഉണ്ട്, എങ്കിലും അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു ഭക്ഷണം, അതായത് ഇത് പ്രത്യേകതരം കുക്കറിൽ ഉണ്ടാക്കിയാലേ ഇത് പരിപൂർണ വിജയമാവുള്ളൂ. മലൂത്ത് എന്ന് പറയപ്പെടും. മലൂത്ത് എന്ന് പറഞ്ഞാൽ ലഗത്ത് എന്ന പ്രഷർ എന്നാണ് അർത്ഥം. അതായത് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയാലേ ഇത് പരിപൂർണ വിജയമാവും. ഏകദേശം ഓരോ കുക്കറിലും 10 ആൾക്കാർക്കുള്ള ഫുഡാട്ടോ കോയാക്ക തയ്യാറാക്കുന്നത്. മാത്രമല്ല ചിക്കനൊക്കെ 4 പ്രാവശ്യം കഴിയും, അത്രയും വൃത്തിയോട് കൂടിയിട്ടോ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഇതുപോലത്തെ വൈറൽ സ്പോട്ട് നിങ്ങളുടെ അടുത്തുണ്ടെന്നെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. നമ്മൾ തിരൂരിൽ നിന്ന് നേരെ മഞ്ചേരിയിലുള്ള ഈ ഒരു സ്പോട്ട് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുഡിന്റെ ടേസ്റ്റും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഇവിടെ വന്നിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിരനിരയായി വെച്ചിട്ടുള്ള ഈ ഒരു കുക്കറിൽ ഉണ്ടാക്കുന്ന മധുഹൂത്ത് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ട്. മാത്രമല്ല അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പ്രദേശങ്ങളിൽ തന്നെ നല്ല പരന്നിട്ടുണ്ടാവട്ടെ. ആ ഒരു കിച്ചൺ മൊത്തമായിട്ട് ഈ ഒരു മധുഹൂത്തിന് മാത്രം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ ഈ ഒരു മധുഹൂത്ത് ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതും ഈ ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാലാട്ടോ ഈ ഒരു ഐറ്റം. ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളിട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. ഞങ്ങളോട് ഫസ്റ്റ് ടൈം വരികയാണ്. ഇതേപോലെ റീലേ കണ്ടുവരികയാണ്. കോയക്കാൻ്റെ ഫുഡ് ടോപ്പാട്ടോ, സ്ഥിരം വരുന്നതാണ്. അടിപൊളി ഫുഡാണ്, കേരളത്തിൽ എതിരില്ല. ഇതിന് മധുഹൂത്ത് മറിക്കാൻ കേരളത്തിൽ ആർക്കും കഴിയില്ല. ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് തിരക്കി വരുന്നുണ്ടല്ലോ ഈ ഫുഡ്. അതെന്താണ് അതിന്റെ ഒരു സീക്രട്ട് എന്താണ്? അതായത് ഇത് ഒരു യഥാർത്ഥ അറേബ്യൻ ഫുഡാണ്. ഞാൻ സൗദി അറേബ്യയിലെ മത്താബ് ഓഫ് മത്താം റൈദാനിൽ 25 വർഷക്കാലം ജോലി ചെയ്ത ആ സ്ഥാപനത്തിലെ ഒരു ഭക്ഷണം. അതായത് അവിടെ ഒരുപാട് ഭക്ഷണം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു അറേബ്യൻ ഫുഡ് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇല്ലെങ്കിലും കുറഞ്ഞ സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടേസ്റ്റിലുള്ള ഒരു ഭക്ഷണം മലൂത്ത് എന്ന് പറയപ്പെടും. അത് കുക്കറിൽ ഉണ്ടാക്കിയാലേ അത് പരിപൂർണ വിജയമാവുള്ളൂ. ലഗത്ത് എന്ന പ്രഷർ എന്നാണ് അർത്ഥം. പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയാൽ മാത്രമേ അത് പരിപൂർണ വിജയമാവുള്ളൂ. അപ്പൊ ഇതാ കാത്തിരുന്നിട്ടുള്ളത് ഈ ഒരു മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കുക്കറോട് കൂടിയിട്ട് ഇതാ കോയാക്ക ഈ ഒരു പാത്രത്തിലേക്ക് കണ്ട് സെർവ് ചെയ്യാൻ വന്നിട്ട് അതൊരു കൊട്ടുന്ന ഒരു ദൃശ്യമായിട്ടോ നിങ്ങളിപ്പോ കാണുന്നത്. ഇനി ചിക്കനും റൈസൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു 1.5 ഇളക്കലുണ്ട് കേട്ടാ. ഇനി ഇതൊന്ന് കഴിച്ചൊക്കെ. ഈ മധുഹൂത്തെ പക്ക നല്ല ഒതന്റിക് സൗദി ടേസ്റ്റ് കിട്ടും. നിങ്ങൾ പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. അവിടെ ഈ കുക്കർ കഴുകി വന്ന ആ കുക്കർ കഴുകി പഠിച്ചു വന്ന ഒരു വ്യക്തിയിൽ നിലക്ക് ഞാൻ എൻ്റെ നാടായ എളങ്കൂർ മഞ്ഞപ്പറ്റയിൽ ഈ സ്ഥാപനം തുടങ്ങുകയും അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരുപാട് ദിക്കുകളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ, അതായത് കഴിച്ചവർ തന്നെ വീണ്ടും വീണ്ടും വരുന്നു. അതാണ് ഈ കടയുടെ വിജയ രഹസ്യം. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മഞ്ചേരി എളങ്കൂർ മഞ്ഞപ്പറ്റയിലാണ്. എല്ലാ കസ്റ്റമറും 1 മണിക്കൂർ മുന്നേ വിളിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. എല്ലാവർക്കും ഭക്ഷണം ചൂടോടെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വിളിച്ചിട്ട് വരിക. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്തോളൂ, 1 മണിക്കൂർ മുന്നേ നിങ്ങൾ വിളിച്ചിട്ട് വേണം വരാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചൂടോട് കൂടിയിട്ടുള്ള ഈ ഒരു മധുഹൂത്ത് നിങ്ങൾക്ക് കോയാക്കാൻ്റെ സ്പെഷ്യലായിട്ട് എന്തായാലും ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് എന്തായാലും നിങ്ങൾ നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.